ഹായ് സുഹൃത്തുക്കളെ, ഇന്ന് നമ്മളിവിടെ ഒരു ചൗമീനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അണ്ട ചൗമീൻ. അതിന് നമ്മളിവിടെ മുട്ടയാണ് ഇതിൽ ചേർക്കുന്നത്. വേറെ ചിക്കനോ മട്ടനോ ഒന്നും നമ്മളിവിടെ ചേർക്കുന്നില്ല. അതിന് ആവശ്യമായ കുറച്ച് വെജിറ്റബിൾസ് നമുക്കിവിടെ വേണം. ക്യാപ്സിക്കം വേണം, ക്യാരറ്റ് വേണം, ഒനിയൻ വേണം, ക്യാബേജ് വേണം. ഇതെല്ലാം നന്നായി കഴുകി നമുക്കിവിടെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ നമുക്ക് ഇവിടെ അതിനെ കട്ട് ചെയ്യണം. എല്ലാം നീളത്തിൽ വേണം അരിയാൻ. ഈ ചൗമീന് നമ്മളുടെ സാധാരണ നൂഡിൽസിനെക്കാട്ടിലൊക്കെ നല്ലൊരു അടിപൊളി ടേസ്റ്റാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് നമ്മളുടെ ഈ ചൗമീൻ. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് പല മീറ്റുകൾ ചേർക്കാം, മട്ടൻ ചേർക്കാം, ചിക്കൻ ചേർക്കാം. അങ്ങനെ ഇപ്പം ഞാനിവിടെ മുട്ടയാണ് ചേർത്തുണ്ടാക്കുന്നത്. ഇതുപോലെ വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്തതിന് ശേഷം ഇനി സ്റ്റൗ കത്തിച്ച് ഒരു കടായി വെച്ച് അതിൽ നമുക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് 2 മുട്ട ബീറ്റ് ചെയ്ത് അതിലേക്ക് ഒഴിക്കണം. ഇനി മുട്ടയെ നന്നായി ഇളക്കി കൊടുത്ത് അതിനെ ജസ്റ്റ് ഒരു ഫ്രൈ പോലെ ആക്കിയെടുക്കണം. നമ്മുടെ എഗ് ബുർജിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ അതേ ടൈപ്പിലാക്കിയിട്ട് അതിലേക്ക് വെജിറ്റബിൾസ് ആഡ് ചെയ്യും. വെജിറ്റബിൾസ് ഏകദേശം സോട്ടായതിന് ശേഷം നമുക്കതിലേക്ക് നൂഡിൽസ് എടുത്തിടാം. വേണമെങ്കിൽ അല്പം ഓയിലും ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് മസാലകൾ ചേർക്കണം. അത് എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. സാൾട്ട്, വൈറ്റ് പേപ്പർ, ഷുഗർ, കുറച്ച് റെഡ് ചില്ലി പേസ്റ്റ്, ടൊമാറ്റോ സോസ്, ഗ്രീൻ ചില്ലി സോസ്. ഇവിടെ നമ്മൾ ഇനി അല്പം കൂടുതൽ ഒഴിക്കുന്നത് സോയാ സോസാണ്. കാരണം നമ്മളിവിടെ സോയാ സോസിൻ്റെ കളറിലാണ് ചൗമീൻ നമ്മളിവിടെ സെർവ് ചെയ്യാൻ പോകുന്നത്. ചിലയിടങ്ങളിൽ വ്യത്യസ്തമായ കളറിലും ഉണ്ടാക്കാറുണ്ട്, വെജിറ്റബിൾസൊക്കെ ഒരുപാട് ചേർത്ത്. നമ്മളിവിടെ വളരെ സിമ്പിളായിട്ടാണ് ഈ ചൗമീൻ ഇവിടെ ഉണ്ടാക്കുന്നത്. എന്തായാലും നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും. ഈ ചൗമീൻ കഴിക്കാൻ അങ്ങനെ പ്രായപരിധിയൊന്നുമില്ല, എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമ്മളിവിടെ ഗാർണിഷിങ്ങിന് അല്പം ഒനിയൻ ചോപ്പ് ചെയ്തതും സ്പ്രിംഗ് ഒനിയനുമാണ് നമ്മളിവിടെ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇട്ട് കാണിച്ചത്. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനിയും ഇതുപോലുള്ള വീഡിയോയുമായി വരും വരെ ബായ്.